താങ്കളുടെ അഭിപ്രായം. സന്തോഷ് കുമാർ കൂടി എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഹലോ, നമസ്കാരം. എന്റെ സന്തോഷ് കുമാറാണ്. ഞാൻ കേരള ഓൺലൈൻ ടാക്സി ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞാൻ സന്തോഷിനെ കാത്തിരിക്കുകയാണ്. അപ്പൊ സന്തോഷ്, 21-ാം തീയതി മുതൽ നിങ്ങൾ സമരത്തിലേക്ക് പോവാണ് അല്ലേ? സർ, ഇത് സമരം ചെയ്യുന്നത് എല്ലാവരും അല്ല. നമ്മളെ ഓൺലൈൻ ടാക്സി ഓണേഴ്സ് അസോസിയേഷൻ നിയമപരമായിട്ടാണ് പോകുന്നത്. പല സംഘടനകളും ആശയപരമായിട്ട് പല കാര്യങ്ങളിലും വ്യത്യസ്തമായിരിക്കാം. നമ്മൾ അഗ്രിഗേറ്റർ പോളിസി വരാൻ വേണ്ടി കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ ഹൈക്കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആയി പോയി. അതിന്റെ കൂടെ വന്നു. അതിനുശേഷം 2024 അഗ്രിഗേറ്റർ പോളിസി നിലവിൽ വന്നു. നിങ്ങളുടെ ഒരു ശ്രമഫലമായ ഒരു അഗ്രിഗേറ്റ് പോളിസി സംസ്ഥാനത്ത് ഉണ്ടായി അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അതിനുശേഷം നിരന്തരമായിട്ടും ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ട്രാൻസ്പോർട്ട് സെക്രട്ടറി, മിനിസ്റ്റർ എന്നീ ലെവലിൽ നമ്മൾ സംസാരിക്കുകയും എന്തിന് നമ്മളെ ഗവർണർ വരെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഈ ലൈസൻസ് സിസ്റ്റം ഇവിടെ യൂബറും റാപ്പിഡോയും ഈ കഴിഞ്ഞ 2026 ഫെബ്രുവരി 10-ാം തീയതിയും അതുപോലെ തന്നെ യൂബർ മാർച്ച് 17-ാം തീയതിയാണ് ഈ ലൈസൻസ് എടുത്തിരിക്കുന്നത്. ലൈസൻസ് എടുക്കാത്ത കമ്പനികളാണ് ഓല, അതുപോലെ തന്നെ കേരള സവാരി, ഇങ്ങനെ കുറെ കമ്പനികളുണ്ട്. അപ്പൊ നിലവിൽ ഈ ഓൺലൈൻ ടാക്സിനെ പറ്റി പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഡ്രൈവർമാരുടെ ഇടയിലും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഈ ഓൺലൈൻ ടാക്സി എന്ന് പറഞ്ഞാൽ 2 ടയർ 3 ടയർ സിറ്റികളിൽ മാത്രമാണ് സാധാരണ നിലവിലുള്ളൂ. ഇപ്പൊ ഡൽഹി, ബോംബെ, അതേപോലെ തന്നെ ഹൈദരാബാദ്, ബാംഗ്ലൂര്. കാരണം അത് ഓൺലൈൻ ടാക്സി എപ്പോഴും ആവശ്യമാണ്. ഒരു നഗരത്തിന്റെ മുഖം തന്നെയാണ് ഓൺലൈൻ ടാക്സി എന്ന് പറഞ്ഞാല്. അപ്പോൾ ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് അതിൽ അഗ്രിഗേറ്റർ ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് 2020 പോളിസി തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് അതിന്റെ റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു ഫെസിലിറ്റി അതിലുണ്ട്. അപ്പോൾ ഈ സന്തോഷ് കുമാർ, ഇതാണ് ഇപ്പൊ മറ്റേ മറുവശം ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്ക് റേറ്റ് കൂട്ടാം, കുറയ്ക്കാം, പക്ഷെ മറ്റേ ആൾക്ക് അത് പറ്റില്ല, അല്ലാത്ത ആളുകൾക്ക് ഇല്ല. അല്ല, നിലവിൽ 2018 ലാസ്റ്റ് ഫെയർ റിവിഷൻ കമ്മിറ്റി വന്നത്, രാമചന്ദ്രൻ കമ്മീഷന്റെ ഫെയർ റിവിഷൻ കമ്മിറ്റി വന്നിരിക്കുന്നത്. കിലോമീറ്ററിന് 18 രൂപയാണ് ചാർജ് വെച്ചിരിക്കുന്നത്. അതായത് അവർക്ക് ഈ ഡൈനാമിക് പ്രൈസിംഗ് ആപ്ലിക്കബിൾ അല്ല, അവർക്ക് കൂട്ടാൻ പറ്റില്ല. അവർക്ക് റേറ്റ് ഇത് പറഞ്ഞാൽ പിന്നെ കസ്റ്റമറുമായി തർക്കിച്ച് അടികൂടി വാങ്ങിക്കണം അല്ലേ? സാർ, ഇപ്പൊ KSRTC ഡൈനാമിക് പ്രൈസിംഗ് ആണ്. സാർ അതിന്റെ ആപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഡൈനാമിക് പ്രൈസിംഗ് ആപ്ലിക്കബിൾ ആയി. ശരി. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഈ ടാക്സി ഉടമകളെയും തൊഴിലാളികളെയും ഈ കമ്പനികൾ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? സത്യമാണ്, അതിൽ കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിലെ റേറ്റിന്റെ കാര്യത്തിൽ അവര് വളരെയധികം താഴ്ത്തിയിട്ട്, അതായത് ഇതൊരു കൺഫ്യൂഷന്റെ മുകളിൽ വന്നിരിക്കുന്ന കാര്യമാണ്. കാരണം അതിൽ അഗ്രിഗേറ്റർ പോളിസിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട്, അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പൈസയാണ് മിനിമം വേതനമായിട്ട് വെക്കേണ്ടത് എന്ന് അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും മിനിമം അതാണ് വെക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് അവർക്ക് 200% വരെ ഹൈക്ക്, ഡിമാൻഡ് സമയത്ത് ഹൈക്ക് ചെയ്യാം എന്നുള്ളതും, എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ എന്താണോ നിരക്ക് അത് ഏറ്റവും മിനിമം അത് വെച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അഗ്രിഗേറ്റർ പോളിസി പറഞ്ഞ ഒരു കാര്യങ്ങളും ഒരു കമ്പനികളും അനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഡ്രൈവർ സമൂഹം എല്ലാവരും സമരത്തിന് ഇറങ്ങുന്നത്. ശരിയായ രീതി അതാണ്. കാരണം ഞാൻ ചോദിക്കുന്നത്, ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം 1000 രൂപയ്ക്ക് ഓടിയാൽ 500 രൂപ ഈ കമ്പനിക്ക് കൊടുക്കണം എന്ന് പറയുന്നത് ശരിയാണോ, സത്യമാണോ? അങ്ങനെയുണ്ടോ? 1000 രൂപയുടെ അതെന്താ വെച്ചാൽ അവര് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ 2 ടാക്സ് ആണ്. ഒന്ന് 5% ഫയറിന്റെ ടാക്സും 18% സർവീസിന്റെ ടാക്സും. പ്ലസ് അവര് 25 to 30% വരെ 20 to 25% വരെ അവര് കമ്മീഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അവര് ഈ ടാക്സി ഉടമകളെ സംബന്ധിച്ച്, അല്ല, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാക്സ് വരുന്നു, ഒപ്പം കമ്മീഷനും വരുന്നു അല്ലേ? അപ്പൊ അവരുടെ കസ്റ്റമർ ഇപ്പൊ 500 രൂപ പേയ്മെന്റ് നടക്കുന്ന സമയത്ത് അതിൽ 5% ടാക്സും അതുപോലെ തന്നെ 18% സർവീസ് ടാക്സും ഉൾപ്പെടുന്നുണ്ട്. പ്ലസ് കമ്മീഷനും വന്ന് അതിനുശേഷമാണ് ഫെയറും വരുന്നത്. ഈ ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിലോമീറ്ററിന് കാണിക്കുന്നത്, ഇവര് മിനിമം ഒരു വേബിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മിനിമം ചാർജ് 49 രൂപയും പെർ കിലോമീറ്ററിന് 8 രൂപ 75 പൈസ അല്ലെങ്കിൽ 9 രൂപ 10 രൂപ അങ്ങനെയൊക്കെയാണ് അവർ റേറ്റ് ഇടുന്നത്. അത് ഒരു കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇതല്ല, ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്താണ് വളരെയധികം മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പൊ ഇതില് സന്തോഷ്, ഇതിന് പുറത്തുള്ള ആളുകൾ, അതായത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അല്ലാത്ത പുറത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ടാക്സ് ഒന്നും അടയ്ക്കില്ല. അപ്പോൾ ഗവൺമെന്റിന് ഇങ്ങനത്തെ ആളുകൾ വരുമ്പോൾ കൂടുതൽ ടാക്സ് കിട്ടുമെന്നുള്ളത് ഗവൺമെന്റിന് ഒരു അട്രാക്ഷനാണ്. പക്ഷേ ഇതെല്ലാം ആത്യന്തികമായി തൊഴിലാളികൾക്ക് ഇതിന് വേണ്ടത്ര വേതനം കിട്ടുന്നില്ല എന്നതാണ് ശരി അല്ലേ? അങ്ങനെയാണ്. അതെ, 2 കാര്യമുണ്ട്. ഇപ്പം ഈ ടാക്സ് ഇപ്പോൾ യൂബറിന്റെ പുതിയൊരു സിസ്റ്റം അനുസരിച്ച് അവർ അഗ്രിമെന്റ് വെച്ച് സജസ്റ്റഡ് ഫെയർ എന്നാക്കി മാറ്റി. അതിനുശേഷം അവര് ടാക്സ് കളക്ട് ചെയ്യുന്നില്ല, ഇപ്പൊ അവർ അടയ്ക്കുന്നില്ല. ഇപ്പം ലാസ്റ്റ് മന്ത് നോക്കിയപ്പോൾ അവരെ ടാക്സ് അടയ്ക്കുന്നില്ല, അവർ കേരളത്തിലെ ടാക്സ് അടച്ചിട്ടില്ല. പിന്നെ
അതുപോലെ തന്നെ വേറൊരു കാര്യം വന്നാൽ അഗ്രിഗേറ്റർ പോളിസി വന്നു കഴിഞ്ഞാൽ ഈ 20% നിന്ന് 2% സർക്കാരിലേക്ക് അടയ്ക്കണം. അതായത് ഡ്രൈവർമാരുടെ വെൽഫെയറിന് വേണ്ടി 2% അടയ്ക്കണം. ഇത് കൃത്യമായിട്ടും ഇതിന്റെ അമെന്റ്മെന്റ് പോളിസികളിലെ ഇത് നടത്താത്തത് കൊണ്ടാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ട്. സർക്കാരിന്റെ അടുത്താണ് ഇതിന്റെ ഏറ്റവും വലിയ വീഴ്ച വന്നിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ CP ജോൺ നിങ്ങളെയൊക്കെ വിളിച്ചിരുത്തി ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ് അല്ലേ? അത്രയും സങ്കീർണമായ കാര്യങ്ങൾ അതിനകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. 10-ാം തീയതി പിന്നെ കമ്മീഷണറേറ്റിൽ വെച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ശരി. അപ്പൊ എന്താണ് സർക്കാരിന്റെ ഒരു സമീപനം ഈ ആവശ്യങ്ങളോടും? അല്ല, സർക്കാരിന്റെ സമീപനം ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അമെന്റ്മെന്റ്, അതായത് 2002 കേന്ദ്ര സർക്കാർ അഗ്രിഗേറ്റർ പോളിസി അമെന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അമെന്റ്മെന്റ് ഈ കേരള സർക്കാരും അമെന്റ്മെന്റ് ചെയ്തിട്ട് ഭേദഗതിയോട് കൂടിയിട്ട് അടുത്ത ദിവസം റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. ആ റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്നും അതിൽ വേണ്ടത്ര ചർച്ചകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് അതില്. കമ്പനികൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ല സർക്കാരിന്. ഇതൊരു മോണിറ്ററിംഗ്, ഇപ്പം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബൈക്കാണ് ഇവിടെ ടാക്സി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബൈക്ക് ഓടിക്കാൻ പാടില്ല. ഇപ്പൊ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എന്നെ ഒരു NIOC ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് മുന്നേ എന്നെ വിളിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴും നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് അത് തേർഡ് പാർട്ടിയാണ് അറ്റാച്ച്മെന്റ് ചെയ്യുന്നത്. ഈ കമ്പനികൾ നേരിട്ടല്ല അറ്റാച്ച്മെന്റ്. ഇപ്പൊ റാപ്പിഡോ ആണെങ്കിലും യൂബർ ആണെങ്കിലും നേരിട്ടല്ല അറ്റാച്ച്മെന്റ് നടത്തുന്നത്, തേർഡ് പാർട്ടി വഴിയാണ് അറ്റാച്ച്മെന്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റി യാതൊരുവിധ കാര്യങ്ങളും അതിലില്ല. അപ്പോൾ അത് ഇപ്പം യൂബർ ഓടിക്കുന്ന ഒരു ഡ്രൈവറെ സംബന്ധിച്ചോളം അവരെ പോലീസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണ് അവർ യൂബറിൽ അറ്റാച്ച് ചെയ്യുന്നത് ക്യാബില്. പക്ഷെ ബൈക്ക് ടാക്സിയിൽ അത്തരം ഒരു സംവിധാനം ഇല്ല. അതിൽ അങ്ങനെ ചെക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ ഇതോ ഇല്ല. മോണിറ്ററിംഗ് സംവിധാനം ശക്തിപ്പെടുത്തിയാൽ കുറെ കൂടി പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ കഴിയും എന്നാണ് താങ്കളുടെ പ്രതികരണം. തീർച്ചയായിട്ടും. മോണിറ്ററിംഗ് ഞങ്ങൾ RTI വഴി ഞങ്ങൾ ചോദിച്ചിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണറിൽ നമ്മൾ ഇതിനെ മോണിറ്ററിംഗ് സിസ്റ്റത്തിനെ പറ്റി പലതും. അപ്പോൾ അവർ മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ല എന്ന് RTI മുഖാന്തരം തന്നെ നമുക്ക് തന്നിരിക്കണം. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ലാതെ, എങ്ങനെ സുരക്ഷ ഇല്ലാതെ എങ്ങനെ ഇത് നിരത്തിൽ ഓടിക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം ഞങ്ങൾക്കും അത് പ്രശ്നമാണ്, യാത്രക്കാർക്കും പ്രശ്നമാണ്. കാരണം ഡ്രൈവറെ സംബന്ധിച്ചുള്ള നമുക്കും ഇതിൽ കയറുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ, അതേപോലെ നമ്മളിപ്പോൾ ഒരു കംപ്ലൈന്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂബറിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഓഫീസിൽ നിന്ന് ഒരു പരാതി സ്വീകരിക്കപ്പെടാനോ പരാതി പരിഹരിക്കപ്പെടാനോ ഉള്ള കാര്യങ്ങൾ അവിടെ ഇല്ല. അതൊക്കെ ഒരു വലിയൊരു പ്രശ്നം. ഈ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സമരത്തിന് ഏറ്റവും വലിയ ഇത് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ സർക്കാരും ഇതിൽ ഇടപെടണം. കാരണം ഈ മോണിറ്ററിംഗ് സിസ്റ്റം വേണം, കംപ്ലൈന്റ് അതോറിറ്റി വേണം, എല്ലാ കാര്യങ്ങളും വേണം. അതുപോലെ തന്നെ യൂബർ ആണെങ്കിലും യോല ആണെങ്കിലും എല്ലാ കമ്പനിക്കും ഇവിടെ ഓഫീസ് വേണം, പരാതി പരിഹരിക്കപ്പെടാനുള്ള ആളുകൾ വേണം, കൃത്യമായ മോണിറ്ററിംഗ് വേണം, സുരക്ഷ വേണം. സുരക്ഷ ഇല്ലാതെ നമ്മൾ ഈ യാത്രക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വലുതാണ്. ഇപ്പം തന്നെ ഒരുപാട് ആക്സിഡന്റ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം റാപ്പിഡോന്റെ ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുട്ടി, അതായത് കോഴിക്കോട് സ്വദേശി കുട്ടി ആക്സിഡന്റ് 26 ലക്ഷം രൂപ ഇപ്പം ചെലവായിട്ട് മൈക്രോ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അപ്പോൾ അതിന് അവരിതുവരെയായിട്ടും റാപ്പിഡോ ഒന്നും കൊടുത്തിട്ടില്ല, ഇതായിട്ടുമില്ല. അതുപോലെ തന്നെ കേരളത്തിലും നിരവധി ആക്സിഡന്റുകൾ, ബൈക്ക് ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ താങ്കളുടെ ആ ഒരു നിലപാട് കൃത്യമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് സർക്കാർ കുറെ കൂടി ഇവരൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ഇത് ഗൗരവമായി എടുത്ത് ഇതിനൊരു നിരീക്ഷണ സംവിധാനം ഉണ്ടാക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ കുറേ പ്രേക്ഷകർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ മുരളീധരൻ നായർ എന്നോട് പറഞ്ഞു, ഞാൻ കോയമ്പത്തൂർ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇത്തരം ടാക്സികൾ കോൾ ടാക്സി എന്നാണ് പറയുന്നത്. അവർ ചെറിയ ദൂരം മുതൽ ദീർഘദൂരം വരെ നല്ല രീതിയിൽ സേവനം നടത്തുന്നു എന്ന് അതിൻ്റെ അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഗോമാതാജിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഈ കോട്ടും ഈ ഷർട്ടും ഒക്കെയാണ്. താങ്ക് യു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ. ഓക്കെ, അപ്പോൾ നമസ്കാരം എന്ന് എന്നോട് ശ്രീ സദാശിവൻ നായർ 5324 എന്നോട് പറയുന്നു. താങ്ക് യു സദാശിവൻ നായർ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്കറിയാം. അപ്പോൾ ശശിധരൻ പിള്ള ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ലില്ലി വെയിറ്റ് മനുവിന് അടിപൊളിയായിട്ടുണ്ടെന്ന്. ശശിധരൻ പിള്ളയെ വരുമ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേക ഊർജ്ജം കിട്ടുന്നവരാണ്. കാരണം എന്നെ എപ്പോഴും പുകഴ്ത്തുന്ന ഒരാളാണ് ഒരു വശത്ത്, ചിലപ്പോഴൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ വിമർശിക്കുന്നുണ്ടെങ്കിലും അത് പിന്നീട് അത് വീണ്ടും ആ ഒരു സ്നേഹം കാണുമ്പോൾ സന്തോഷം തോന്നും. അപ്പോൾ ശശിധരൻ പിള്ളെ പറയുന്നത് ലില്ലി വൈറ്റ് എനിക്ക് നല്ല ചേർച്ചയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ലില്ലി വൈറ്റ് ആണെന്നൊക്കെ ഞാനിപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് യെല്ലോ എന്നാണ് നമ്മൾ പൊതുവെ പറയാമല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.